ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എ ഡേ ആഫ്റ്റർ ഫ്ലഡ്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നായിട്ട് നല്ല മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായില്ലേ. അങ്ങനെ ഒരു 3-4 ദിവസം കുട്ടികൾക്ക് സ്കൂളൊക്കെ ലീവ് ആയിരുന്നല്ലോ. ആ സമയത്ത് എടുത്തിട്ടുള്ള ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ അന്ന് ഞാൻ അപ്ലോഡ് ആക്കുന്നത്. സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് റെസിപ്പീസ്, പിന്നെ നമ്മളെ ഏരിയയിലുണ്ടായ ഫ്ലഡ്, ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് വരാം. ഇതിപ്പോൾ നമ്മളെ വയനാട്ടിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലേ, അതിൻ്റെ അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. സ്കൂളൊക്കെ ഒഴിവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും എണീറ്റിട്ടൊന്നുമില്ല. നമ്മളൊക്കെ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എണീറ്റ് വന്നത്. പിന്നെ വന്ന ഉടനെ വേഗം ചോറുണ്ടാക്കലും ബ്രേക്ക്ഫാസ്റ്റ് ആക്കലും എല്ലാം തുടങ്ങിയിന്. പക്ഷേ അപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുക്കാനുള്ളൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിലൊരു ഡള്ളായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിന്. കാരണം നമ്മൾ കേൾക്കുന്നതും ഒക്കെ ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി കാര്യങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ വാട്സപ്പും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതന്നെ ഉള്ളൂ കാണാൻ. അപ്പോൾ മൊത്തത്തിലൊരു ഡള്ളായിട്ട്, പിന്നെ കൂടെ മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല രസമാണ് അല്ലേ, മഴ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ മഴ അങ്ങനെ നിർത്താതെ പെയ്യുമ്പോൾ ഒരു പേടി, ഒരു ബേജാറല്ലേ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മൂഡൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി ഏകദേശം തീരാറായപ്പോഴാണ് എനിക്ക് എന്നാൽ വ്ളോഗ് എടുത്താലോ എന്നിങ്ങനെ തോന്നിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ സെറ്റാക്കിയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇന്ന് ഞാൻ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് പാൻ കേക്കാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള വാനില പാൻ കേക്കാണ്. സിമ്പിൾ റെസിപ്പിയാണ്. ഞാൻ ലാസ്റ്റ് ബാച്ച് അങ്ങനെ പാനൊക്കെ ഒഴിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്താലോ ഒന്ന് വ്ളോഗ് എടുത്താലോ എന്നൊക്കെ ഉള്ളൊരു തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്കാണ്. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇനി വേറെ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ആക്കാം. ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ ഉമ്മ ഇവിടെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മരുന്ന് കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോട്ടിൽ ഈ ആയുർവേദിക് ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് കഞ്ഞി ഉണ്ടാക്കിയിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയ കഞ്ഞിക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് അതാണ് കഴിച്ചത്. അപ്പോൾ അത് കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കാനുള്ളൊരു ഇതന്നെ പോയത്. അപ്പോൾ അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുട്ടികൾക്കും വേണ്ടിയിട്ട്, പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടം പാൻ കേക്കാണ്. അപ്പോൾ എന്നാൽ പിന്നെ അതന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എളുപ്പം പണിയും എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏതായാലും വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് തേനൊക്കെ ഒഴിച്ച് അതൊന്ന് സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാ അനാമ എണീറ്റ് വന്നിട്ടുണ്ട്, മറ്റൊരൊന്നും എണീറ്റിട്ടില്ല. എണീറ്റ് വന്നപ്പോൾ തന്നെ പാൻ കേക്ക് കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നെ ഫോണും വേണ്ട, കാർട്ടൂണും വേണ്ട, ഒന്നും വേണ്ട, ഓളറ്റൊക്കെ തന്നെ കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ലഞ്ചിന് വേണ്ടിയിട്ട് മീൻ ഇവിടെ ഡീഫ്രോസ്റ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കിടക്കുകയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ മെഷീനിൽ വാഷ് ചെയ്യാനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണികളും അതിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ. മറ്റേ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് നമ്മൾ എണീക്കുമ്പോൾ തന്നെ നല്ല പെരും മഴയും മൊത്തത്തിലൊരു ഇരുട്ടും ഒക്കെ കൂടി ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ പേപ്പറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടിയും ഫീലിംഗ് ആയിപ്പോൾ പേപ്പറൊക്കെ എടുക്കാൻ തന്നെ പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഈ വയനാട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പരിചയമുള്ളവരുണ്ടോ അങ്ങനെയൊക്കെയല്ല നമ്മൾ ആദ്യം നോക്കുക, അതൊക്കെ സേഫ് ആണോ എന്നൊക്കെയുള്ളതൊക്കെ നമ്മൾ അറിയിക്കുക. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെയാണ് വയനാട്ടിലുണ്ടായിന്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അവരൊക്കെ ഹെൽപ്പ് ചെയ്യും, അടിച്ചു വരാനും തുറക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വെണ്ടക്ക തോരൻ ഉണ്ടാക്കണം. വെണ്ടക്കൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ മീനൊക്കെ മുറിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീനിൻ്റെ തല ഇട്ടിട്ട് വറ്റിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തലേ ദിവസത്തെ മീൻ കറിയാണ്. അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് ഏതായാലും എന്നാൽ ഉച്ചക്കൾക്ക് അതെടുത്തിട്ട് ചൂടാക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. മീനൊക്കെ എടുത്ത് വേഗം മസാല ആക്കി വെച്ചു കേട്ടോ. എന്നിട്ട് വേഗം വെണ്ടയ്ക്കയും കൂടിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കിങ് തുടങ്ങാം. നമ്മളെല്ലാം ഇങ്ങനെ റെഡിയാക്കി കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി എളുപ്പമുണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ തോരൻ ഉണ്ടാക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാക്കാൻ. അതിൻ്റെ ഒപ്പം തന്നെ മീൻ കറിയും കൂടിയും ചൂടാക്കാൻ വെക്കുക.
തോരനൊക്കെ എല്ലാവരും പല രീതിയിലാണ് വെക്കലല്ലേ. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മൾ എപ്പോഴും ഒരേ പാറ്റേണിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാകുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ആദ്യം എന്താ പറയുക, കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാള ചേർത്തൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് വേഗം കിച്ചണിലെ ക്ലീനിങ്ങും കൂടി ഒരു സൈഡിൽ നിന്ന് തന്നെ ആക്കുകയാണ് കേട്ടോ. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമല്ലോ. അപ്പോൾ അതാ ഉള്ളി നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ, മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട്. പൊതുവേ എനിക്ക് വെണ്ടക്ക പൊരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ പൊരിക്കാനാവുമ്പോൾ കുറേ വേണം. ഇതിപ്പോൾ അങ്ങനെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോരനാക്കി വെക്കുമ്പോൾ പിന്നെ അത്ര അധികം ആവശ്യമില്ലല്ലോ. അങ്ങനെ ആ മഞ്ഞൾപ്പൊടിൻ്റെ സ്മെല്ലും കൂടിയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെണ്ടക്ക കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഓരോ വെണ്ടയ്ക്ക് ഇങ്ങനെ 4 ആക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. വെണ്ടക്ക കട്ട് ചെയ്യൽ കുറച്ച് മടിയാണ്. ഒന്നാമത് ആ കൊഴുപ്പ് ഇങ്ങനെ ആയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കത്തിമലൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടാണ് തോന്നൽ. അപ്പോൾ ഞാനൊക്കെ ചെറുതാകുന്ന സമയത്ത് സ്കൂളൊക്കെ അധികം വെണ്ടക്ക പൊരിച്ചതൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകൽ. എനിക്കും താത്താക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഈ വെണ്ടക്ക കട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് ഞാൻ ആലോചിക്കുക, ഞങ്ങൾക്ക് 4 ആൾക്കും 4 പാത്രത്തിൽക്കൊക്കെ ഈ വെണ്ടക്ക പൊരിച്ചതൊക്കെ കൂടി ആക്കി ഉണ്ടാക്കണമെങ്കിൽ എത്ര ഒരു വെണ്ടക്ക വേണ്ടി വരും അല്ലേ. അവർ രാവിലെ അന്നേരത്ത് നിന്നുമ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കിനല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ നമ്മളിപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. മീൻകറി നല്ലോണം തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ആക്കാനുള്ള പരിപാടിയും കൂടി നോക്കാം. ഇത്രയും കൂടി തന്നെ ഉള്ളൂ കേട്ടോ. ഉപ്പേരിയും പിന്നെ ഫിഷ് ഫ്രൈയും കൂടി റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. സാധാരണ ഞാൻ രാവിലത്തെ പണികൾ കൂട്ടത്തിൽ ഈ മീനൊക്കെ മസാലാക്കി വെക്കലുള്ളൂ കേട്ടോ. അത് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ നേരത്താണ് പൊരിക്കൽ, കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഏകദേശം ഉച്ചയാവാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മൾ ആ വെണ്ടക്കൻ്റെ വഴുവഴുപ്പൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. വെണ്ടക്ക ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു വഴുവഴുപ്പ് ഇങ്ങനെ മാറി തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിങ്ങനെ എന്താ പറയുക, നല്ലോണം ഒന്ന് ഡ്രൈ ആയി ഫ്രൈ ആകുന്ന പോലെ വരും. ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കിച്ചണിൽ സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ്. ഇനി വെണ്ടക്കൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ നല്ലോണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ ചതച്ച് ചേർത്ത് കൊടുക്കുക. തേങ്ങയും പച്ചമുളകും കൂടിയും ചതച്ചതാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കണത്. ഞാനിതിങ്ങനെ തേങ്ങ ഇടാതെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് തേങ്ങ ചിരവാനൊന്നും നേരമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ ആദ്യം ഇതുപോലെ ഉണ്ടാക്കും. അപ്പോൾ പച്ചമുളക് ഉള്ളി വഴറ്റുമ്പോൾ തന്നെ പച്ചമുളക് അതിലിട്ടിട്ട് വഴറ്റലാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പച്ചമുളകൊന്നും അപ്പോൾ ചേർക്കാതിരുന്നത് തേങ്ങയിൽ ചതച്ച് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് നല്ല ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ നമ്മൾ വെണ്ടക്ക തോരൻ റെഡിയായി. നിങ്ങളൊക്കെ എങ്ങനെ വെണ്ടക്ക കൊണ്ടൊക്കെ തോരനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കലേ? വെറൈറ്റി റെസിപ്പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരീട്ടാ. മീനും ഫ്രൈ ആയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ലഞ്ചിന് മക്കളെല്ലാവരും ഉണ്ടെന്ന് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പോരാ, ഒരു ബാച്ചും കൂടിയും ഫ്രൈ ആക്കണം. അപ്പോൾ വേഗം ഇത് മാറ്റിയിട്ട് അടുത്തതും കൂടി റെഡിയാക്കാൻ വെക്കാം. ബാക്കി പൊരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ വേഗം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മീനിൻ്റെ മേൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ തന്നെയാണ് മീൻ പൊരിക്കുമ്പോൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്താൽ അല്ലേ.
അപ്പോൾ അങ്ങനെ ഞാനൊരുവിധം കിച്ചൺ ഒതുക്കാൻ നിൽക്കുമ്പോഴാണ് അനാമൊരു മുസമ്പിയും കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ സാധാരണ ഓൾക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കഞ്ഞി കൊടുക്കലുണ്ട്. ഇന്നിപ്പോൾ കഞ്ഞിയൊന്നും കൊടുത്തില്ല, കാരണം എണീറ്റ് വരാനും ലേറ്റ് ആയിക്കണു. പിന്നെ ഈ പാൻ കേക്ക് ഓൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത്യാവശ്യം കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഞ്ഞി ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി വേഗം ലഞ്ച് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെറുതെ ടി വിയും കണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ അവൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഒരു മുസമ്പിയൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്ത് ഞാൻ ആ മീൻ പൊരിക്കുന്ന ബാക്കിയും കൂടി ചെയ്തിട്ട് കിച്ചണിൽ കുറച്ചും കൂടി ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ഓളിവിടെ കാർട്ടൂണൊക്കെ ഏറ്റിരിക്കുകയാണ്. കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നാണ് ഇപ്പോൾ ഒന്ന് തെളിഞ്ഞ് കാണുന്നത് കേട്ടോ. പക്ഷേ വെയിലൊന്നുമില്ല, നല്ല മഴക്കാർ തന്നെയാണ് ആ ഒരു സമയത്ത്. അപ്പം ഞാൻ വേഗം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ മഴ പെയ്യാനായിട്ടുള്ള പെട്ടെന്ന് ഇങ്ങനെ മാറി മാറി വരിക കേട്ടോ ക്ലൈമറ്റ്. ആ ഒരു മഴ ഇങ്ങനെ പെയ്തു തുടങ്ങി പെട്ടെന്ന് തന്നെ നിൽക്കുന്ന സമയത്ത് തന്നെ. സാരൊക്കെ പുറത്തു പോയതായിരുന്നു കേട്ടോ. വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ മഴ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പെയ്തപ്പത്തിന് വീട്ടിലെത്തി. അനാമ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടോ. ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. അവൾക്കിപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറ് വിളമ്പാണ്. അപ്പം നല്ല ആവി പറക്കുന്ന ചോറും പിന്നെന്താ പറയുക, മീൻകറി, തലേ ദിവസത്തെ മീൻകറിക്കൊന്നും കൂടി ഡിമാൻഡാണല്ലേ കുറച്ച് പഴകുമ്പോൾ. അപ്പോൾ അങ്ങനെ മീൻകറിയും, ഇത് എന്താണ് ബെൽറ്റ് ഫിഷില്ലേ, അതാണ് കേട്ടോ മീൻ കറിച്ചിന്. പിന്നെ നമ്മളെ വെണ്ടക്കാ തോരനും മീൻ പൊരിച്ചതും. സിമ്പിളായിട്ടുള്ള ലഞ്ചല്ലേ. ഇതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച്. അസക്കും ആദ്യക്കും വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ അനാമിന് പിന്നെ ഞാൻ വാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവുക. ഇന്ന് ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന എൻ്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നൊരു സീനുണ്ടല്ലോ, അതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലഡ് കാണാൻ കുട്ടികളായിട്ടൊന്ന് പോവാം, ഉച്ചയ്ക്ക് ശേഷം കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പോയിട്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അങ്ങനെ വ്ളോഗ് വൈൻഡപ്പ് ആക്കാമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ് പാളിപ്പോയി. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഇൻകുതാരക്കൊക്കെ. പിന്നെ ഞങ്ങൾ അതിന് പോയി, മക്കളെയൊന്നും കൊണ്ടുപോകാതെ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് റോഡ് സൈഡിലേക്കുള്ള നമ്മളെ മലപ്പുറം ടൗണിനെ ചുറ്റിപ്പറ്റിയുള്ള ഏരിയ കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അടുത്ത ദിവസം കുട്ടികളൊക്കെ ആയിട്ടും വന്നിട്ട് നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി കണ്ട് അങ്ങനെയൊക്കെ എടുക്കുക. കാരണം മക്കൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇങ്ങനെ വെള്ളം കയറിയതൊന്നും ഒരു കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് അടുത്ത 2-3 ദിവസത്തിന്. എന്നിട്ട് അത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ 2-3 ദിവസത്തിന് നമുക്ക് പുറത്തിറങ്ങാനും പറ്റിയില്ല. അപ്പോഴത്തേന് വെള്ളമൊക്കെ ഇറങ്ങുകയും ചെയ്തു കേട്ടോ. അതോടുകൂടി മൊത്തത്തിൽ എൻ്റെ ഒരു പ്ലാനിങ് ഒക്കെ കൊളായി. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ എടുത്ത് വെച്ചോ, അന്ന് ഞങ്ങൾ പോയപ്പെടുത്തെന്ന് പറഞ്ഞില്ലേ, ജസ്റ്റ് കാറിൽ നിന്നുള്ള വീഡിയോസ് മാത്രമാണ്. ഇപ്പോൾ ഇത് റോഡിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, റോഡിൻ്റെ സൈഡുകളിലാണ് കേട്ടോ ഇപ്പോൾ വെള്ളം ഉള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അപ്ലോഡ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അൽഹംദുലില്ലാ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളവിടെ ഇപ്പോൾ ഈ ഒരു ഫ്ലഡ് വലിയൊരു ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സും പിന്നെ ഞങ്ങളെ താത്താൻ്റെ വീട്ടിലൊക്കെ, താരാക്കാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലൊക്കെ വെള്ളം കയറലുണ്ട്. 2 വെള്ളപ്പൊക്കം ഇപ്പോൾ നമ്മൾ നല്ലോണം ഫേസ് ചെയ്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാവശ്യം വെള്ളം കയറി തുടങ്ങിയപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ മേലെ കൊണ്ടുപോയിട്ട് അങ്ങനെ അതിനെ ഫേസ് ചെയ്യാൻ റെഡിയായി കണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാതെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ പെട്ടവരും ഉണ്ട് കേട്ടോ. വയനാട്ടിലൊക്കെ കണ്ടില്ലേ, നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റുന്നില്ല അപ്പുറത്തേക്കുള്ള ദുരന്തമാണ് ഉണ്ടായത്. എന്താ പറയുക, പ്രാർത്ഥിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക, ഇതൊക്കെയല്ലേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ആക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളും എല്ലായിട്ടും നമുക്ക് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.